ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് വിജയ്. ഒത്തിരി പേര് ആകാംക്ഷയോടെ കാത്തിരുന്ന അടുത്ത അച്ചാറിൻ്റെ റെസിപ്പി ഇതാ. ഇടിച്ചക്ക കൊണ്ട് ഒരു അച്ചാറ്. എന്താ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അധികം ആരും കഴിച്ചിട്ടില്ലാത്തതും എന്നാൽ നമ്മുടെ നാട്ടിൽ സുലഭമായ ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു അച്ചാറായിട്ടാണ് ഇന്ന് വർമാസ് വിജയ് വേൾഡ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ള ചിലരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും. അവിടുത്തെ ഒരു ട്രഡീഷണൽ പിക്കിൾ റെസിപ്പിയാണിത്. നമ്മുടെ നാട്ടിലെ കടുമാങ്ങയൊക്കെ പോലെ 3-4 മാസം ഇരുന്നാൽ മാത്രമാണ് ഈ അച്ചാർ നമുക്ക് കഴിക്കാനായിട്ട് പാകാവുള്ളൂ. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ അച്ചാർ 2 വർഷത്തിലധികം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്നതും ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനുമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ വീണ്ടും ഒരു ചക്കക്കാലം കൂടി എത്തിയേക്കാണ്. ഒരുപാട് ചക്ക നമ്മൾ ഉപയോഗിക്കാണ്ട് വെറുതെ പാഴായി പോകുന്നുണ്ടാവും. അതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്തിട്ട് ഇതേപോലെയൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കറിയില്ലാത്ത ദിവസങ്ങളിലും ദീർഘദൂര യാത്രയ്ക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ വായിക്ക് രുചിയില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വളരെയധികം ഉപയോഗപ്രദമാകും. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരുപാട് കാലം കേടുകൂടാതിരിക്കുന്ന ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 കിലോയോളം തൂക്കം വരുന്ന ഇടിച്ചക്കയാണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പത്തിലുള്ള ഇടിച്ചക്കയാണ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചക്ക എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുള്ള് മാത്രം കളഞ്ഞാൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഈ ചക്കയുടെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് അല്പം വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ട് വരാം. ഇപ്പം ഇത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ സാമാന്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ചക്ക നുറുക്കിയെടുത്താക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചക്ക നുറുക്കുമ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ചക്ക നുറുക്കിയാൽ മതിയായിരിക്കും. മുള്ളൊക്കെ കളഞ്ഞ് ചെത്തിയെടുക്കുമ്പോൾ 2.5 കിലോ ചക്കയാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം ചൂടാക്കിയിട്ട് ഈ ഇടിച്ചക്ക കഷ്ണങ്ങളൊന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങാന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആവി കയറ്റി സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി, അല്ലാണ്ട് വല്ലാണ്ട് വെന്ത് പോകാൻ പാടില്ല. ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെയൊക്കെ വേവിക്കുമ്പോഴേക്കും ഈ കഷ്ണങ്ങൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ചക്ക കഷ്ണങ്ങൾ വല്ലാണ്ട് വെന്ത് പോകാൻ പാടില്ല. ഇനി നമുക്ക് ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചക്ക കഷ്ണങ്ങളുടെ വെള്ളം വാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് പാർത്തി വെക്കാം. ഇനി നമുക്ക് ഈ ചക്ക കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ചക്ക നന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് എത്ര ദിവസം വേണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ചക്കയുടെ വ്യത്യാസവും അത് നുറുക്കിയാക്കണ വ്യത്യാസവും അതുപോലെ തന്നെ വെയിലിൻ്റെ വ്യത്യാസവും ഒക്കെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. എന്തായാലും എത്രത്തോളം നന്നായിട്ട് നമ്മൾ ചക്ക ഉണങ്ങണോ അത്രത്തോളം കാലം നമ്മുടെ ഈ പിക്കിള് കേടുകൂടാതിരിക്കും. നന്നായിട്ട് നല്ല ചുക്ക് പോലെ ചക്ക ഉണക്കിയെടുക്കുക. അതുപോലെ ഈ ചക്ക ഉണക്കി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ദിവസം രാത്രി നമ്മൾ ഈ ചക്ക കഷ്ണങ്ങൾ ഒരു ഫാനിൻ്റെ ചോട്ടിലിടണം. ചക്കയിൽ നിന്ന് ഈർപ്പരസം പെട്ടെന്ന് പോകാനും പൂക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സ്റ്റെപ്പ് എടുക്കുന്നത്. ആദ്യത്തെ ദിവസം മാത്രം ഇട്ടാൽ മതിയാവും കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ഫാനിൻ്റെ ചോട്ടിലിടണമെന്നൊന്നുമില്ല. പക്ഷേ ചക്ക നന്നായിട്ട് ഉണങ്ങി കിട്ടണ വരെ എല്ലാ ദിവസവും രാത്രി നമ്മൾ ചക്ക ഇങ്ങനെ വാരി വെക്കരുത്. റൂമിലാണെങ്കിലും പരത്തി തന്നെ ഇടാം. ഇപ്പം ഇവിടെ നല്ല വെയിലുള്ള സമയമാണല്ലോ. എനിക്കിവിടെ 7 ദിവസം കൊണ്ടാണ് ഈ ചക്ക ഇതുപോലെ ഉണങ്ങി കിട്ടിയത്. ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നല്ല ചുക്ക് പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു 2.5 കിലോ ചക്കയായിരുന്നു ഇവിടെ ഉണക്കാനിട്ടിരുന്നത്. ഇപ്പം ഇത് നന്നായിട്ട് ഉണങ്ങി വന്നപ്പോൾ എൻ്റെ 3 കൈക്കുമ്പിളാണ് ആകെ ചക്കയുള്ളൂ. അപ്പം ഞാനിതിപ്പോൾ തൂക്കം നോക്കിയിട്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാമാണ് ഈ 2.5 കിലോ ചക്ക ഉണങ്ങി വന്നപ്പോൾ ഉള്ളൂ. അപ്പം അതിൻ്റെ ജലാംശമൊക്കെ പോയി നന്നായിട്ട് ചുങ്ങി വന്നപ്പോൾ ഏകദേശം 300 ഗ്രാമാണ് ചക്കയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ചക്ക നന്നായിട്ട് ഉണക്കുക. നന്നായിട്ട് ഉണക്കി ചക്ക കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 കൊല്ലം വരെയൊക്കെ നമ്മുടെ അച്ചാർ ഒരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് കൂടിയ അളവിൽ തന്നെ എണ്ണ ആവശ്യമുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കടുകെണ്ണ ഉപയോഗിക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ കൂടുതൽ കാലം ഇരിക്കും തോറും കടുകെണ്ണയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ കടുകെണ്ണ തന്നെ ഉപയോഗിക്കുക. ഇനി കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് നല്ലെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അച്ചാറിൻ്റെ കൂട്ടാൻ തുടങ്ങണേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഈ കറിക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കടുകെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ 300 ഗ്രാം ഈ ചക്കയ്ക്ക് ചേർക്കാനായിട്ട്, ഉണങ്ങിയ ചക്കയ്ക്ക് ചേർക്കാനായിട്ട് 1/2 കിലോ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 500 ഗ്രാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കടുകെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് വയ്ക്കാം. അതിനുശേഷം ഈ കടുകെണ്ണ നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം.
നമ്മളിവിടെ ആകെ 100 ഗ്രാം മുളക് പൊടിയാണ് എടുത്താക്കുന്നത്. അതിൽ 50 ഗ്രാം എരിവുള്ള മുളക് പൊടിയും 50 ഗ്രാം പിരിയമുളകിൻ്റെ പൊടിയും, അതായത് കാശ്മീരി ചില്ലി, രണ്ടും സമാസമം. അപ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറും അതേപോലെ തന്നെ എരിവും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 മുളക് പൊടിയും പകുതി പകുതിയായിട്ട് എടുത്താക്കുന്നത്. 50 ഗ്രാം കടുക് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതാണ്. ഈ നമ്മളിത് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഈ പെരിഞ്ചീരകവും നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയതാണ്. ഇനി നമുക്ക് ഇതും തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമുക്ക് ഈ അച്ചാറിക്ക് ആവശ്യമുള്ളത്. ഉലുവയും നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഇതും നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയാണ് നമുക്ക് ഈ അച്ചാറിക്ക് ആവശ്യമുള്ളത്. ഇത് കരിഞ്ചീരകമാണ്. കരിഞ്ചീരകവും നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. നമുക്ക് ഇതും തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമുക്ക് ഈ അച്ചാറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് അയമോദകമാണ്. അയമോദകവും നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. നമുക്കിനി ഈ അയമോദകവും തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 1.5 സ്പൂൺ, സാധാരണ സ്പൂണിൽ 1.5 സ്പൂൺ അയമോദകത്തിൻ്റെ പൊടിയാണ് നമുക്ക് ഈ അച്ചാറിക്ക് വേണ്ടത്. ഇനി ഞാൻ 50 ഗ്രാം പൊടിയുപ്പാണ് ഈ അച്ചാറിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അച്ചാർ കൂട്ടുകൂട്ടുന്ന സമയത്ത് ഉപ്പ് കുറച്ചൊന്ന് മുന്തി നിൽക്കണം. കാരണം നമ്മൾ ഉണങ്ങിയ ചക്ക കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കയ്ക്കൊക്കെ ഉപ്പ് ഇറങ്ങി വരാനായിട്ട്, ചക്കയ്ക്ക് ഉപ്പ് പിടിക്കാനായിട്ട് കുറച്ചധികം സമയം പിടിക്കും. അപ്പോൾ കുറച്ച് നാൾ ഇരുന്നാലാണ് ഉപ്പൊക്കെ ചക്കയ്ക്ക് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അച്ചാർ കൂട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിന്നാലാണ് ചക്കയ്ക്കൊക്കെ നന്നായിട്ട് ഉപ്പ് ഇറങ്ങി വരുള്ളൂ. ഇനി വേണ്ടത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1 സ്പൂൺ കായപ്പൊടി, കടുക്, പെരിഞ്ചീരകം, കരിഞ്ചീരകം, ഉലുവ, അയമോദകം, ഇതൊക്കെ നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ തരിതരിയായിട്ട് പൊടിച്ചെടുത്ത മസാലകളാണ്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ചക്കയ്ക്ക് കൂട്ടാം. നമുക്ക് അല്പം വിസ്താരമുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് ഈ പൊടികളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ 50 ഗ്രാം എരിവുള്ള മുളക് പൊടിയും 50 ഗ്രാം പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. 50 ഗ്രാം കടുക് പൊടി, 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, 2 ടേബിൾ സ്പൂൺ കരിഞ്ചീരകത്തിൻ്റെ പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ അയമോദകത്തിൻ്റെ പൊടി, 50 ഗ്രാം ഉപ്പ്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്കിനി ഈ ഉണക്കി വെച്ചേക്കുന്ന ചക്ക കഷ്ണങ്ങൾ കൂടി മസാലക്കൂട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചക്ക മസാലക്കൂട്ടിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂടാറ്റാൻ വെച്ചേക്കുന്ന കടുകെണ്ണയുടെ 1/4 ഭാഗം അല്പാൽപ്പായിട്ട് ഈ മസാലക്കൂട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അവസാനമായിട്ട് നമുക്ക് 1 സ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. അതിനുശേഷം നമുക്ക് ഈ അച്ചാർ ഒരിക്കൽ കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അച്ചാർ എയർ ടൈറ്റ് ഉള്ള ഭരണികളിലേക്കോ ഗ്ലാസ് ജാറുകളിലേക്കോ പകർത്തിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഗ്ലാസ് ജാറിൽ അച്ചാർ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള എണ്ണ കൂടി അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഈ കാണുന്ന പോലെ എണ്ണ അച്ചാറിൽ കവർ ചെയ്ത് നിൽക്കണം. നമ്മളിവിടെ വളരെ ഡ്രൈ ആയിട്ടുള്ള ചക്ക കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ എണ്ണയിലും അതുപോലെ തന്നെ പൊടികളിലും മസാലപ്പൊടികളിലൊക്കെ കിടന്നിട്ട് വേണം നമ്മുടെ ചക്ക ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട്. അതുപോലെ വളരെ കൂടുതൽ നാള് നമുക്ക് ഈ അച്ചാർ കേടുകൂടാണ്ട് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ എണ്ണ ഒഴിച്ചാൽ മാത്രമാണ് ഈ പറയണ പോലെ 2 കൊല്ലമൊക്കെ നമ്മുടെ അച്ചാർ കേടുകൂടാണ്ടിരിക്കുള്ളൂ. അതുപോലെ കുറച്ച് സമയം എടുത്തിട്ടാണ് നമുക്ക് ഈ അച്ചാർ കഴിക്കാനായിട്ട് പാകാവുള്ളൂ. കടുമാങ്ങയുടെ ഒക്കെ കാര്യം പറയണ പോലെ തന്നെ മിനിമം 4 മാസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഭരണി തുറന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. നമുക്ക് ആവശ്യമുള്ള അച്ചാർ ചെറിയ പാത്രങ്ങളിലേക്ക് പകർത്തിയെടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഗ്ലാസ് ജാറ് തിരിച്ചടച്ച് വെക്കണം.
അതുപോലെ തന്നെ അച്ചാർ എടുക്കാനൊക്കെ ആയിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്പൂണുകളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ ചക്ക കൊണ്ടാണ് അച്ചാറിട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അച്ചാറിട്ടതിന് ശേഷം വീണ്ടും ഈ അച്ചാർ വെയിലത്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ചാർ ഇനി ഈ ഭരണിയിൽ ഇരുന്ന് തന്നെ പാകമായിക്കോളും. അധികം സൂര്യപ്രകാശം അടിക്കാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയിൽ വേണം നമുക്ക് ഇനി ഈ അച്ചാർ സൂക്ഷിച്ചു വെക്കാനായിട്ട്. ഈ അച്ചാർ പാകമാവാനായിട്ട് കുറച്ച് അധികം സമയം എടുക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യണ ഒരു അച്ചാറാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. വളരെയധികം കാലം കേടുകൂടാണ്ടിരിക്കുന്ന ഒരു അച്ചാറാണിത്. ദൂരെയുള്ളവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ബൈ.